നമ്മൾ ഹാൻഡ് അനാമിലിസ് അപ്രോച്ച് ചെയ്യുന്നത് ഒന്ന് ഫങ്ഷണൽ, ആളുടെ കൈയുടെ ഫംഗ്ഷൻ വരുന്ന ബുദ്ധിമുട്ടുകൾ. രണ്ടാമത്തെ കോസ്മെറ്റിക് എഫക്റ്റ് ഓർ എസ്തെറ്റിക് എഫക്റ്റ്. ഫംഗ്ഷനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്രയും വേഗം 2 വയസ്സിനുള്ളിൽ തന്നെ ഈ അനാമലിസ് ഒക്കെ തീർത്തിരിക്കണം എന്നുള്ളതാണ് കാര്യം. ഭംഗിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വൈകിച്ചുകൊണ്ട് കുഴപ്പമില്ല. കുട്ടീനെ ഫിസിയോതെറാപ്പി കാര്യമായിട്ട് ചെയ്യിക്കേണ്ടി വരും എന്ന് നമുക്ക് തോന്നണ അവസരങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇത് കുട്ടിയോട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായം 4-5 വയസ്സ് വരെ നമ്മൾ ഇത് നീട്ടി വെക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. ആസ് എ റൂൾ within 2 years it should be over. Pregnancy period ഇപ്പോൾ there is something called anomaly scan. അപ്പോൾ അത് ചെയ്ത് അവർക്ക് പറയാൻ പറ്റും വൈകല്യങ്ങളുണ്ടോ, എന്തൊക്കെയാണ്. കുഴപ്പമില്ലാത്ത ലെവലിലുള്ള അനോമലി ആണെങ്കിൽ അതിനുവേണ്ടി ഒരു സർജിക്കൽ പ്ലാൻ മുൻകൂട്ടി തന്നെ മനസ്സിൽ കണ്ടുവയ്ക്കാം. അതൊരു ആ കുട്ടിയുടെ കൈക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു ബെനിഫിഷ്യൽ മാറ്റമായിരിക്കും. ഒരു ന്യൂ ബോൺ ബേബി ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ അനോമലീസ് ആദ്യം തന്നെ സർജറി ചെയ്ത് പരിഹരിക്കാൻ പറ്റും. കൂടുതലുള്ള വിരലുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വെറുതെ തൂങ്ങിക്കിടക്കുന്ന ചെറിയ വിരലുകൾ ഉണ്ടാവുക, ഉപയോഗശൂന്യമായിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ വേഗം തന്നെ ഒഴിവാക്കാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും വരാനില്ല. നമ്മളിപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിലും ചെയ്യാവുന്നതാണ്. കുറേയൊക്കെ നമുക്ക് ധരിപ്പിച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ്.